ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും കൂടെ കുമളി അമ്പലത്തിലെ ഉത്സവത്തിന് പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആദ്യം നോക്കിയത് അവിടെ കടയൊക്കെ ഉണ്ടോയെന്നാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു കമ്മല് കട കണ്ടു. പിന്നെ കമ്മൽ വാങ്ങിച്ചു. അവിടെ ഒരുപാട് കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആ വഴിയൊക്കെ നടന്നു. പിന്നെന്താ, അപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു എന്താ പറയുക, ശ്രീകൃഷ്ണൻ്റെ രൂപം കണ്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളെന്താ ഘോഷയാത്ര വരാനായിട്ട് കുറേ നേരം കാത്തു നിന്നു കേട്ടോ. അത് കഴിഞ്ഞാണ് ഘോഷയാത്ര വന്നത്. പിന്നെ ഞങ്ങൾ ഘോഷയാത്ര കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, കളർഫുള്ളായ ഘോഷയാത്ര, നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു, മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. എന്നാണെങ്കിലും ഘോഷയാത്ര ആയതുകൊണ്ടാകാം ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു, അതുകൊണ്ട് പങ്കെടുക്കാനൊക്കെ പറ്റി. ഇല്ലെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. നല്ല അടിപൊളി ചെണ്ടമേളമൊക്കെ ആയിരുന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ചെണ്ടമേളമൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് ഇതിനെന്താ പറയുന്നതെന്നും എനിക്കറിയില്ല. ഒരു പേപ്പർ മഴ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയാണ്. എനിക്ക് ഈ ഘോഷയാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയാണ് കേട്ടോ. ഇതിനെന്താ പറയുന്നതെന്നൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എൻ്റെ അക്കൂട്ടനാണെങ്കിൽ ആ പേപ്പറൊക്കെ അവിടെ വാരിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിവിധതരം കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ട് കുറച്ച് ഡാൻസ്, അതുപോലെ എന്താ കാവടി, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചെണ്ടമേളം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അതൊരു എന്താ പറയുന്നത്, എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അതിന്. പിന്നെ ഘോഷയാത്രയിൽ താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. താലപ്പൊലി, മുളപ്പയർ, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ ഫ്ലോട്ട് വന്നത്. പിന്നെ അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു. എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഫ്ലോട്ടുകളൊക്കെ കേട്ടോ. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു പഴയ കാലത്ത് ഇങ്ങനത്തെ ഫ്ലോട്ടുകളൊന്നും കാണാനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരുപാട് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലോട്ടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അവനവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുപോലെ ചെണ്ടമേളം കൂടെ ഒരുപാട് കുട്ടികളൊക്കെ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളും വലിയവരും ഒക്കെ ഡാൻസ് കളിക്കും. ചെണ്ടമേളം കേൾക്കുന്ന ഒരു പ്രത്യേക വൈബല്ലേ. അങ്ങനെ ഞങ്ങൾ ഘോഷയാത്രയൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു തട്ടുകടയിൽ പോയി കേട്ടോ. ആ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്ന ആളാരെന്നറിയോ? എൻ്റെ അനിയനാണ്. അങ്ങനെ ഞങ്ങൾ അവനോട് സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി.